ഹലോ ഫ്രണ്ട്സ്, ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 33/2024 കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 ഓർ ട്രേസറിന്റെ പരീക്ഷ മാറ്റിവെച്ച കാര്യം നിങ്ങളെ ഇൻഫോം ചെയ്യാനായിട്ടാണ്. അപ്പൊ അതിന്റെ പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിരുന്നത് 23/9/2024 അന്ന് വന്ന സിലബസ് നിങ്ങൾ നോക്കിയാൽ അറിയാം, അതിനകത്ത് സിവിൽ ടോപ്പിക്കുകളായിരുന്നു കൂടുതൽ, അല്ലെ? മെക്കാനിക്കൽ ടോപ്പിക്കുകൾ ഇല്ല എന്ന് തന്നെ പറയാം. ആ ഒരു കാരണം കൊണ്ട് തന്നെ നിരവധി പരാതികൾ പി എസ് സിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അക്കാര്യം കൊണ്ട് തന്നെ നമ്മുടെ പരീക്ഷാ തീയതിയിൽ മാറ്റമുണ്ട്. അപ്പോൾ ആ മാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന വേറൊരു കാര്യം എന്താണ്? നമുക്കിനി മെക്കാനിക്കൽ ടോപ്പിക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കാം, അല്ലെ? അപ്പോഴാ നിങ്ങൾ സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും ഈ ഒരു പോസ്റ്റിന്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം എന്താ? കഴിഞ്ഞ പ്രാവശ്യം 1096 നിയമനങ്ങളാണ് നടന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിലില്ല. അപ്പൊ ഇനി വരുന്ന വേക്കൻസികളെല്ലാം ഇനി വരുന്ന ലിസ്റ്റിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത്, അല്ലെ? 1096 നിയമനം നടന്ന ഒരു പോസ്റ്റാണിത്. അപ്പൊ മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ പരീക്ഷ മാറ്റി വെച്ചപ്പോ സിവിലുകാർക്ക് ഇനി പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് ഒരുപാട് സമയം കിട്ടും. മെക്കാനിക്കലുകാർക്ക് അവരുടെ സിലബസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടരും നിങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിക്കുക, അല്ലെ? അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് കിട്ടിയതാണ് അപ്ലൈ ചെയ്തവരുടെ എണ്ണം 28,423 പേരാണ് അപ്ലൈ ചെയ്തത്. നമുക്കറിയാം കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം എന്തായാലും കുറഞ്ഞു കാണും. കാര്യം എന്താ? മെക്കാനിക്കലിലെ പലരും കൺഫർമേഷൻ കൊടുത്ത് കാണത്തില്ല. അവരുടെ സിലബസ് ഇല്ലാത്ത കാരണം പലരും കൺഫർമേഷൻ കൊടുത്ത് കാണത്തില്ല. അപ്പോൾ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം ഇനിയും കുറയും, പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം ഇനിയും കുറയും, അല്ലെ? അപ്പൊ നമ്മൾ വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാലാ നമുക്കറിയാം ഈ പ്രാവശ്യം എന്തായാലും ഒരു 500 പുറത്ത് അഡ്വൈസസ് നടക്കുന്ന പോസ്റ്റാണ്. അപ്പൊ നിങ്ങൾ അത്യാവശ്യം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ജോലി കിട്ടേണ്ട പോസ്റ്റാണ്, അല്ലെ? അപ്പൊ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സിലബസിന്റെ കാര്യമാണ്. സിലബസിന്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? സിലബസ് ഇതിപ്പം കഴിഞ്ഞ എക്സാം തീയതിക്ക് വന്നപ്പോൾ ഉള്ള സിലബസ് ആണ്. അപ്പൊ അതിലെന്തായാലും മാറ്റം വരും. അപ്പൊ നമ്മൾ തൽക്കാലം ഈ സിലബസ് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, സാറേ എങ്ങനെ ഞങ്ങൾ പഠിച്ചു തുടങ്ങും? അപ്പൊ നമുക്കറിയാം എന്തായാലും ഇതിൽ സിവിൽ ടോപ്പിക്കുകളും മെക്കാനിക്കൽ ടോപ്പിക്കുകളുമാണ്, അല്ലെ? അപ്പൊ എന്തായാലും ഈ വന്ന സിലബസിൽ മെജോറിറ്റി ടോപ്പിക്കുകളും കാണും. ഇനി ബാക്കിയുള്ളത് മെക്കാനിക്കൽ ടോപ്പിക്കുകളാണ്. അപ്പോൾ ഈ ടോപ്പിക്കുകൾ എന്തായാലും എല്ലാവരും, സിവിലുകാരും മെക്കാനിക്കലുകാരും കംപ്ലീറ്റ് അങ്ങ് പഠിക്കുക. അതിനോടൊപ്പം തന്നെ ഇനി പുതിയ സിലബസ് വരുമ്പം അതിനകത്ത് ബാക്കി വരുന്ന ടോപ്പിക്കുകൾ പിന്നെ പഠിക്കുക, അല്ലെ? എന്തായാലും പുതിയ ടോപ്പിക്ക് വന്നാലും നമുക്ക് പഠിക്കാൻ സമയം കിട്ടും, അല്ലെ? എന്തായാലും ഒരു 2 മാസം കിട്ടും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ബാക്കി ഇനി പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വരുന്ന പോർഷൻസ് പഠിക്കുക. ഇനിയിപ്പോ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുന്നില്ല. കാര്യം എന്താ? കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത സിലബസ് ആണ്. അതിൽ എന്തായാലും മാറ്റം പ്രതീക്ഷിക്കും. അതുകൊണ്ടാണ് പരീക്ഷാ തീയതിയിൽ മാറ്റം ഉണ്ടായത്. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ആദ്യ റാങ്ക് വാങ്ങിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യ റാങ്ക് വാങ്ങിക്കാനായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഫുൾ സിലബസ് കവറേജ് വേണം. അതേപോലെ തന്നെ എന്ത് വേണം? ഫുൾ റിവിഷൻ വേണം. ക്വാളിറ്റി ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് വേണം. നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് വേണം. അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഫുൾ സിലബസ് കവറേജ്, പിന്നെന്ത് വേണം? റിവിഷൻ വേണം, അല്ലെ? റിവിഷൻ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നോട്ട്സ് കൃത്യമായിട്ട് എഴുതുക. നോട്ട്സ് എലാബറേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് അല്ല,
വളരെ ചെറിയ ക്വിക്കായിട്ടുള്ള സ്മാർട്ട് നോട്ടാണ് മേക്ക് ചെയ്യേണ്ടത്. ഫുൾ സിലബസ് കവറേജ്, ഫുൾ റിവിഷൻ, ക്വാളിറ്റി മോക്ക് ടെസ്റ്റ്, റൈറ്റ് മെന്റർഷിപ്പ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ വിജയത്തിലെത്തിക്കുന്നത്. ഈ പോസ്റ്റിന്റെ പ്രത്യേകത ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും ജോലി കിട്ടും, അല്ലെ? ഇപ്പൊ കോമ്പറ്റീഷൻ ലെവൽ തന്നെ നമ്മൾ നോക്കിയാൽ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്തവരുടെ എണ്ണം കണ്ടു. ഇനി കൺഫർമേഷൻ കൊടുക്കുന്നവരുടെ എണ്ണം ഇതിലും കുറയും, പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം ഇതിലും കുറയും. പിന്നെ അതിനകത്തുള്ള സീരിയസ് ആസ്പിരൻസിന്റെ എണ്ണം, ആ സീരിയസ് ആസ്പിരൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, അത് വളരെ കുറവാണ്. അതിലൊരു 500-600 അഡ്വൈസ് നടക്കും. അപ്പോൾ മിക്കവാറും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോഴാ ഈ ഒരു പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുപാട് വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള, അപ്പൊ ഈ പ്രിപ്പറേഷൻ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും മികച്ച വിജയം കൈവരിച്ച സ്ഥാപനമായ TechPSC നമ്മളൊരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സാം ഓറിയന്റഡ് ആയിട്ടായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. ഫുൾ സിലബസ് കവറേജ് ഉണ്ട്, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ് ഉണ്ട്. ഇനി സിലബസിൽ എന്ത് ചേഞ്ച് വന്നാലും അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യും. ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് തരും, ടോപ്പിക് വൈസ് പരീക്ഷകളുണ്ട്, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളുണ്ട്. ഫുൾ സിലബസ് പരീക്ഷ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓരോ കാര്യത്തിലും നിങ്ങൾ എവിടെ മിസ് ചെയ്തു, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. ആ പ്രിപ്പറേഷൻ ഗ്യാപ്പ് എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് നമ്മുടെ മെന്റേഴ്സ് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് ഗൈഡൻസും മെന്റർഷിപ്പും എല്ലാം ഉണ്ടാകും. അതായത് ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങളായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും, അതായത് ഫുൾ സിലബസിലെ ക്ലാസ്, ഫുൾ നോട്ട്സ്, എല്ലാ കാര്യങ്ങളും, ഗൈഡൻസ്, മെന്റർഷിപ്പ്, നിങ്ങൾക്ക് ആദ്യ റാങ്ക് വാങ്ങിക്കാനായിട്ട് എന്ത് വേണോ അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ പരീക്ഷകൾ കൃത്യമായിട്ട് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുക, നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പോഴാ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും TechPSCയുടെ വിജയാശംസകൾ. ഇനി നിങ്ങൾ സീരിയസ് ആസ്പിരൻസ് ആണ്, നിങ്ങൾക്ക് ജോലി വേണമെന്ന് ഉള്ളവര് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. TechPSCയുടെ ആപ്പിലാണ് ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്, പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ വിജയം ഉറപ്പിക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്